ഇനി തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആര് സ്ഥാനാർത്ഥികളാകുന്നു, ഏതൊക്കെ മണ്ഡലങ്ങൾ വെച്ചുമാറുന്നു, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതാ ഈ കോൺഗ്രസും മുസ്ലിം ലീഗും മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കഴിയുന്നത്ര വിജയിക്കുക എന്ന ഒരു നയത്തിലേക്ക് അവർ പോയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഒരു മിഷൻ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ക്യാമ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഏതൊക്കെ സീറ്റുകൾ ആണ് വെച്ചു മാറേണ്ടത് എന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇവിടെ പുരോഗമിക്കുമ്പോൾ നമ്മൾ രണ്ട് മണ്ഡലങ്ങൾ, അതായത് തിരുവമ്പാടിയും അതോടൊപ്പം തന്നെ പട്ടാമ്പിയും ചടയമംഗലവും പുനലൂരും, ഈ സീറ്റുകൾ വെച്ചു മാറുക എന്ന ധാരണയിലേക്ക് കോൺഗ്രസും അതോടൊപ്പം തന്നെ ലീഗും അതിൻ്റെ നേതൃത്വം എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ട വിവരം. പക്ഷേ അങ്ങനെ എത്തുമ്പോൾ പോലും പ്രാദേശികമായ എതിർപ്പുകൾ ശക്തമാണ് എന്നുള്ളതാണ്. അങ്ങനെ വെച്ചു മാറേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്ന ഒരു നിലപാടിലേക്കാണ് പ്രാദേശിക നേതൃത്വം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ധാരണയിലേക്ക് എത്തുമ്പോൾ പോലും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നതാണ് വിവരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം ആണ് എന്ന് നമുക്കറിയാം. അവിടെ കോൺഗ്രസിന് നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, ലീഗിനും നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയ്ക്കാണ് ഇപ്പോൾ പ്രഥമമായ പരിഗണന നൽകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ അതിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സീറ്റുകൾ ഇപ്പോൾ വെച്ചുമാറാൻ നേതൃത്വത്തിൽ ധാരണയാകുന്നത്? പ്രാദേശിക നേതൃത്വം ഏത് തരത്തിലുള്ള എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്? അഭിലാഷ്, ലീഗ് കോൺഗ്രസ് 3 സീറ്റുകൾ വെച്ചു മാറും എന്ന കാര്യത്തിൽ ഏകദേശം അന്തിമ ധാരണയായിട്ടുണ്ട്. അഭിലാഷ് പറഞ്ഞതുപോലെ ആ തിരുവമ്പാടിയും പട്ടാമ്പിയും അതുപോലെ പുനലൂരും ചടയമംഗലവും ഇതിനൊപ്പം കോങ്ങാടും ബാലുശ്ശേരിയും, അങ്ങനെ 3 സീറ്റുകളാണ് കോൺഗ്രസും ലീഗും പരസ്പരം വെച്ചുമാറുന്നത്. അതിൽ പ്രധാനപ്പെട്ട സീറ്റ് വെച്ചുമാറ്റമായി കാണേണ്ടത് തിരുവമ്പാടിയും പട്ടാമ്പിയും തന്നെയാണ്. കാരണം നേരത്തെ ഈ ഒരു വെച്ചുമാറ്റത്തോട് അനുകൂലമായുള്ള നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് പട്ടാമ്പി വിട്ടുകൊടുക്കാനാകില്ല എന്ന ഒരു നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ തിരുവമ്പാടിയിൽ വേണമെങ്കിൽ പട്ടാമ്പി തന്നേ തീരൂ എന്ന ലീഗിൻ്റെ നിലപാടിനോട് അവസാനം മയപ്പെടുന്ന അല്ലെങ്കിൽ അതിനോട് ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നേതൃതലത്തിൽ തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ചുമാറാനുള്ള ധാരണ ആയിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ താഴെ തട്ടിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. പ്രത്യേകിച്ച് തിരുവമ്പാടിയിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് കൊടുക്കുന്നു എന്നതിന് പ്രധാനപ്പെട്ട ഉത്തരം, തിരുവമ്പാടിയിൽ മത്സരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായിട്ടും അത് വന്നു ചേരുന്നത് മലപ്പുറം DCC അധ്യക്ഷനായ VS ജോയിയുടെ പേരിലേക്കാണ്. VS ജോയിക്ക് വേണ്ടിയാണ് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ചോദിച്ചു വാങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു മുസ്ലിമിനോട് മത്സരിച്ചുകൂടാ എന്ന ചോദ്യമാണ് അവിടെ ലീഗിൻ്റെ താഴെത്തട്ടുള്ള അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് മുസ്ലിമിനെ മത്സരിച്ചുകൂടാ? അത്തരത്തിൽ ഒരു ക്രൈസ്തവ ധ്രുവീകരണം അവിടെ ഇല്ല, ആ മണ്ഡലത്തിലില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ സീറ്റ് വിട്ടുകൊടുക്കുന്നത് പലയിടത്തും ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലാണ് പ്രാദേശികമായിട്ട് ഉയരുന്നത് അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ ഉയരുന്നത്. മറുവശത്ത് പട്ടാമ്പി ആകട്ടെ, പട്ടാമ്പി കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു സീറ്റാണ്. അവരെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ വിജയപ്രതീക്ഷയുള്ള മണ്ണാർക്കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് പട്ടാമ്പിയെ കാണുന്നത്. കഴിഞ്ഞ 2 തവണയും മൂസിൻ അവിടെ വിജയിച്ചു പോയതും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയാതെ പോയതും അവിടെ UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാലങ്ങളായി CP മുഹമ്മദ് കൈവശം വെച്ചിരുന്ന സീറ്റാണ് മൂസിനിലൂടെ LDF നേടിയത്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചാൽ, കോണി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഈ മണ്ഡലം പിടിച്ചെടുക്കാമെന്നൊരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ളത്. MA സമദ് എന്ന യുവ നേതാവ്, തിരുവേഗപ്പുറ സ്വദേശിയായിട്ടുള്ള MA സമദ് എന്ന യുവ നേതാവിലാണ് അവിടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മൂസിനെതിരെ MA സമദിനെ രംഗത്തിറക്കി ആ ഒരു പട്ടാമ്പി മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട് എന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത്. പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല ആ സീറ്റ് കൈമാറ്റം. 2 പേർ കോൺഗ്രസിന് 2 പേർ ആ സീറ്റിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി തോറ്റിട്ടും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന റിയാസ് മുക്കോളി എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാവ്, അദ്ദേഹം 5 വർഷം കൊണ്ടോട്ടി സ്വദേശി. അദ്ദേഹം പട്ടാമ്പി വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇനി റിയാസ് മുക്കോളിയെ എവിടെ പരിഗണിക്കും, എങ്ങനെ അദ്ദേഹത്തിന് പകരം ഏതെങ്കിലും സ്ഥാനം നൽകുമോ, അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ ആവശ്യമുണ്ട്. റിയാസ് മുക്കോളിയും വലിയ സമ്മർദ്ദം നേതൃത്വത്തിൽ ചെലുത്തുന്നുണ്ട്. കാരണം അതോടൊപ്പം തന്നെയാണ് പട്ടാമ്പി നഗരസഭയിലേക്ക് തിരിച്ചെത്തിയ TP ഷാജിയുടെ പേര്. അദ്ദേഹത്തിന് പട്ടാമ്പി സീറ്റ് വാഗ്ദാനം ചെയ്താണ് ഒരു വിഭാഗം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷേ നിലവിൽ അദ്ദേഹം പട്ടാമ്പി നഗരസഭ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ മറ്റ് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. പക്ഷേ റിയാസ് മുക്കോളിയെ എങ്ങനെ അനുനയിപ്പിക്കും? അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും സീറ്റുകൾ വാഗ്ദാനം ചെയ്യുമോ? അതോ VS ജോയി തിരുവമ്പാടി
തിരുവമ്പാടി സ്ഥാനാർത്ഥിയായി പോകുന്ന സാഹചര്യത്തിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. എന്താണെങ്കിലും വലിയ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം 5 വർഷമായി തുടർച്ചയായി പ്രവർത്തിച്ച ഒരു സീറ്റാണ്, സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയോടെ പ്രവർത്തിച്ച ഒരു സീറ്റാണ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുന്നത് എന്നത് അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും വലിയ പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്താണെങ്കിലും സീറ്റ് വെച്ചുമാറ്റം ഏകദേശം അന്തിമ ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. തിരുവമ്പാടിയും പട്ടാമ്പിയും ലീഗും കോൺഗ്രസും പരസ്പരം വെച്ചുമാറുമെന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ധാരണ. അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നുള്ളത് പുനലൂരും ചടയമംഗലമാണ്. അവിടെയും കോൺഗ്രസിലെ ചില സ്ഥാനാർത്ഥികൾ ചടയമംഗലം വിട്ടുകൊടുക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതും അനുനയ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവിടെ രണ്ടിടത്തും UDFന് പ്രതീക്ഷയുള്ളതല്ല ആ സീറ്റുകൾ എന്നുള്ളത് കൂടി പ്രസക്തമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ പറയേണ്ട ഒന്നാണ് കോങ്ങാടും ബാലുശ്ശേരിയും. നേരത്തെ കോങ്ങാടും ചേലക്കരയും വെച്ച് മാറുമെന്ന തരത്തിലായിരുന്നു ധാരണ എങ്കിൽ പോലും ഇപ്പോൾ ബാലുശ്ശേരിയാണ് പകരം കോൺഗ്രസ് ലീഗിന് നൽകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റായ തിരുവമ്പാടിയാണ് ലീഗ് വിട്ടുകൊടുത്തിരിക്കുന്നത്. പകരം കോഴിക്കോട് ജില്ലയിൽ തന്നെ ലീഗിന് മറ്റൊരു സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കുന്നു. അത് ബാലുശ്ശേരി സംവരണ മണ്ഡലമായ ബാലുശ്ശേരിയാണ്. അങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ള സീറ്റ് വെച്ചുമാറ്റത്തിൻ്റെ അന്തിമ ചിത്രം. കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റ് വെച്ചുമാറൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശ ധാരണയിലേക്ക് നേതൃത്വം എത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രാദേശിക നേതൃത്വത്തിന് ചില എതിർപ്പുകളുണ്ട്. ആ പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പുകൾക്ക് എത്രത്തോളം പരിഗണന നൽകും അതിന് അനുസരിച്ച് ആയിരിക്കും ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.